ഒരു ലിപ് ലോക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉന്നത വിദ്യാഭ്യാസം നേടണമെന്നൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. 5ാം ക്ലാസ്സും ഗുസ്തിയും പഠിക്കുന്ന നജീബിന് ഇത്രയധികം റൊമാൻസ് മണിരത്നത്തിൻ്റെ കൂട്ട് വേണോ എന്ന് ചോദിച്ചു. സ്ത്രീ ഒരു പുരുഷനോടൊരു അമിതമായ താല്പര്യം കാണിച്ചു കഴിഞ്ഞാൽ അതൊരു മോശമായ ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. ഞാൻ എന്താണെന്ന് ഞാൻ തന്നെ പറഞ്ഞാൽ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിങ്ങനെ അല്ല. ഇങ്ങനെയല്ല, അവിടെ എത്തിക്കഴിഞ്ഞാൽ വേറൊരാളാണ്. വേറെ ഈ കാണും പോലെയല്ല, ഒരു ഭീകരനാണ്. എനിക്ക് എൻ്റെ സെറ്റിൽ മറ്റെന്തെങ്കിലും വർത്തമാനം പറയുന്ന ഒരാളെ ഞാൻ ഇറക്കി വിടും. ഒരു പുതുമോടിയിൽ നിൽക്കുന്ന ഒരു സ്റ്റേജും കൂടെ ഉണ്ട്. അപ്പോഴാണ് ഒരു ഘട്ടത്തിൽ ഇയാളുടെ ഒരു ചുംബനം കൊടുക്കുന്ന സമയത്ത് ഇയാളുടെ മീശ കടിച്ചെടുക്കുകയും പിന്നീട് ഇത് നാക്കിൽ അവനെ ഈ മീശയുടെ രോമങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു കുറച്ച് കട്ടിയുള്ള മീശ വേണമെന്ന് പറയുന്നത്. പൃഥ്വിരാജ് ഇങ്ങനെ നിവർന്നിരിക്കുന്ന സമയത്ത് പുറകിൽ ഇങ്ങനെ മണൽ ഒഴുകി മറ്റൊരു ടെക്സ്ചറിലേക്ക് അത് മാറുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ടെക്സ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവുന്നതെന്നുള്ളത് നമ്മൾ ഒരു കുറച്ച് സെക്കൻഡ്സ് കൊണ്ട് മനസ്സിലാക്കുകയാണ്. എടുക്കാവുന്ന കാര്യങ്ങളൊക്കെ വളരെ നാച്ചുറലായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെ അതിനൊരു പ്രിപ്പറേഷൻസ് ഉണ്ടാക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. അപ്പം ഈ ആട് വഴങ്ങുന്ന ജീവിയല്ല. അപ്പോൾ സാറ് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നില്ല? ഒരുപാട്. എന്തിനു വേണ്ടിയാണ് ഈ ആട് ഞാൻ നോക്കുന്ന ആടിൻ്റെ അടുത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിത് ആടിനെ ശങ്കരാടി ചേട്ടൻ, മോഹൻലാൽ, EMS എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പം എന്താ ചിരിച്ചല്ലേ, ഈ ചിരിക്കുന്ന മാനസികാവസ്ഥയിലും ആ മാനസികാവസ്ഥ ആയിരിക്കണം ഈ നജീബ് കൊണ്ടുപോകേണ്ടി. ഹോപ്പെന്നോ ആത്മീയത എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന തലത്തിലുള്ള മരുഭൂമിയെ കൂടെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു മ്യൂസിക്കാണ് സാറ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ സംസാരിക്കുന്ന അത് എന്താണെന്നുള്ളതൊരു തിരിച്ചറിവ് ആദ്യം ഉണ്ടായിരിക്കുന്നത് റഹ്മാൻ സാറിലായിരിക്കും. സൈനുവിനെ നമുക്ക് എവിടെയൊക്കെ മിസ് ചെയ്തു. സൈനുവിൻ്റെ അടുത്ത് തന്നെ, അമലയുടെ അടുത്ത് തന്നെ ഞാൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞല്ലോ. ഒരു 2ാം ഭാഗത്തിന് ഏതായാലും തൽക്കാലം ഞാൻ ചിന്തിക്കുന്നില്ല. ബ്ലെസ്സി സാറാണ് നമുക്കിപ്പോൾ. നമസ്കാരം സാർ. നമസ്കാരം. ആടുജീവിതം ഇപ്പോൾ സിറ്റിയിൽ മാത്രമല്ല ടൗണുകളിലും കൂടുതൽ ഷോ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കമലഹാസൻ സാറും മണിരത്നവും ഒക്കെ ഇതിനെ നന്നായിട്ട് കാണുകയും ഇല്ലെങ്കിൽ സാധാരണക്കാരുടെ പ്രതികരണങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ആടുജീവിതത്തിൻ്റെ നജീബിനോ ഇല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പൃഥ്വിരാജിനോ സാറിനോ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇനി സംസാരിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ഒരു 10-16 വർഷം ഒരു സിനിമയുടെ പുറകെ നടക്കുന്ന സമയത്തുണ്ടായിരുന്ന സാറിൻ്റെ ഒരു സംഘർഷമുണ്ട്. നജീബ് അനുഭവിച്ച ഒരു അനുഭവത്തെ നമ്മുടെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എടുത്തൊരു പെയിൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ സമയത്തൊക്കെ പല സ്ഥലത്തും നിർത്തിപ്പോകാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ വരും. ഈ മാനസികാവസ്ഥയൊക്കെ സ്വയം കൗൺസിൽ ചെയ്യണം. ഒപ്പം നിൽക്കുന്നവരൊക്കെ സഹായിക്കുമെങ്കിലും ആ കൗൺസിലിംഗ് പ്രോസസ്സ് നടത്തിയത് എന്തിൻ്റെ ബേസിലാണ്, ഇല്ലെങ്കിൽ എന്തായിരുന്നു അന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത്? ഒരുപാട് കാര്യങ്ങൾ വളരെ പേഴ്സണലാണ്. അപ്പം അത് എങ്ങനെ ഒരു സമൂഹത്തിലേക്ക് പറയുകയും അത് ഒരുപാട് വീണ്ടും കൂടുതൽ വേദന ഉണ്ടാക്കുന്ന പോലെയാണ് തോന്നാറുള്ളത്. പലപ്പോഴും ഞാൻ ഈ അടുത്ത കാലത്ത് മീഡിയയിൽ കൂടി ഇതിനെക്കുറിച്ചൊക്കെ പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ വീണ്ടും ഇതൊക്കെ നമ്മുടെ അനുഭവമായിരുന്നല്ലോ. മറ്റ് എല്ലാവർക്കും ഇതാണെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യം, ഞാൻ അനുഭവിച്ച് തീർത്ത കാര്യങ്ങളാണ്. പെട്ടെന്നൊരു നമ്മളൊരു അരമണിക്കൂറിൻ്റെ നമ്മുടെ ഒരു ഇതിൽ ചാറ്റിൽ പറയാൻ പറ്റുന്ന തരത്തിലല്ല. അതിപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടം നോവൽ സിനിമയാക്കാൻ വേണ്ടി വിചാരിക്കുമ്പോൾ വലിയൊരു ആവേശത്തോടു കൂടിയാണ് നമ്മൾ അതിനെ സമീപിക്കുന്നത്. പക്ഷെ അത് വീണ്ടും ആവർത്തി വായിക്കുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ചുള്ള നോട്ട്സുകൾ തയ്യാറാക്കുമ്പോഴും പിന്നീടാണ് നമ്മൾ പിന്നീട് ഇതിൻ്റെ വലിയ അപകടങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇത്രയധികം ആൾക്കാർ വായിക്കുകയും അവരുടെ മനസ്സിലൊക്കെ അവരുടേതായിട്ടുള്ള ചില ബിംബങ്ങൾ ഉണ്ടാകുക, അവരുടേതായിട്ടുള്ള സിനിമകൾ അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുക, ഇന്ന കാര്യങ്ങളായിരിക്കണമെന്ന് വാശി പിടിക്കുക എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വായനക്കാരെ സംബന്ധിച്ചിടത്തോളം. പല പുസ്തകങ്ങൾ സിനിമയായിട്ടുണ്ടെങ്കിൽ പോലും അതിനത്രയും പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കും ഇത് വേറെ ആൾക്കാരുടെ മനസ്സിൽ ചെന്നിട്ടുള്ളൊരു പുസ്തകം കൂടിയാണ്. ഇതെങ്ങനെ ഒരു സിനിമയാക്കും, ഇതിൻ്റെ സാധ്യതകൾ എങ്ങനെ ഇത് വിഷ്വലൈസ് ചെയ്യും, അതിനുള്ളൊരു മലയാള സിനിമയുടെ ഒരു സാധ്യത അതിനുണ്ടോ, ഇത്രയും വലിയ വിഷ്വൽസുകൾ നമുക്ക് താങ്ങാൻ പറ്റുന്നതാണോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളാണ് എന്നെ വീണ്ടും വീണ്ടും ഭാരപ്പെടുത്തുകയും അപ്പം ഇത് ഞാൻ ഉദ്ദേശിക്കുന്നതിലും മുകളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമയെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് പോലും. അതിനോടൊപ്പം തന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടിക്കലി നമുക്ക് സാധാരണ ഒരു സിനിമ പോലെ ചെയ്തെടുക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്.
പലതിനും നമുക്കൊരു റെഫറൻസ് ഇല്ല. ബെന്യാമിൻ്റെ ഒരു ഭാവനയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതവും ഒക്കെ തീർത്തും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അതുകൾ തമ്മിൽ തന്നെ പല വ്യത്യസ്തതകളുണ്ട്. അപ്പം ഇതൊന്നും അല്ലാത്ത തരത്തിൽ ഇതൊക്കെ എല്ലാവരും അറിയുകയും ഇതെല്ലാം ഇമാജിൻ ചെയ്തിട്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു മരുഭൂമിയിലെ ഒരു മസറ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഒരു വളരെ വിശാലമായി കടൽ പോലെ പരന്നു കിടക്കുന്ന ഒരു മരുഭൂമിയും അവിടെ ഒരു അവരവർ കണ്ടിട്ടുള്ള ഡെസേർട്ടിനെ ഇമാജിൻ ചെയ്തിട്ടായിരിക്കും ചെയ്യുക എന്നുള്ളത്. അപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ആ കാലത്ത് ഞാനിത് പറഞ്ഞിട്ട് ഞാൻ കോറിയിട്ടിട്ട് അതിനെ കൃത്യമായിട്ട് സ്കെച്ച് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചിട്ട് വന്നിട്ട് ഞാൻ അതിനൊരു എങ്ങനെയായിരിക്കണം ഈ മസറ എന്നുള്ളതിനെക്കുറിച്ച് വരച്ച് വയ്ക്കുകയും അതിനൊരു മുനമ്പുണ്ടാവുകയും അവിടെ തനിച്ചിരിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള കുറേ ഇമേജുകൾ സൃഷ്ടിക്കുകയാണ് ഇയാളെ അവിടെ പ്ലേസ് ചെയ്യാനായിട്ട്. പല ലൊക്കേഷനുകൾ നമുക്ക് കിട്ടാതെ വന്നപ്പോൾ, പെർമിഷനുകൾ കിട്ടാതെ വരുന്നു. അപ്പം തന്നെ ബഡ്ജറ്റ് ഭയങ്കരമായി ഒരു വലിയ ബഡ്ജറ്റിലേക്ക് പോകും എന്നുള്ളൊരു ഘട്ടമായപ്പോൾ ഇത് രാജസ്ഥാനിൽ ഷൂട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചു. അവിടെ ഒരു വലിയൊരു മസറയോട് ചേർന്നൊരു വലിയൊരു ഉയർന്നു നിൽക്കുന്ന ഒരു പാറയും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽ വരെ നമ്മൾ രാജസ്ഥാനിൽ ഇറക്കിയതാണ്. പിന്നീട് അത് ഉപേക്ഷിക്കുകയായിരുന്നു. അതിപ്പോഴും എവിടെയോ ഉപേക്ഷിച്ച് കിടപ്പുണ്ട്. കാരണം അത് തിരിച്ചെടുക്കാൻ പോയാൽ കൂടുതൽ വാടക കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു. പിന്നെ ഇതുപോലെ ഒരു പ്രൊഡക്ഷൻ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്ഷൻ പല ആൾക്കാരും ഏറ്റെടുത്തിട്ട് ഉപേക്ഷിക്കപ്പെടുന്നു. പിന്നെ കുറച്ച് ആൾക്കാർ പൃഥ്വിരാജ് എന്ന പോലെയുള്ള ഒരു നടൻ എങ്ങനെ ഈ നജീബാകാൻ പറ്റും എന്ന് പറയുന്ന കുറ്റപ്പെടുത്തലുകൾ, അങ്ങനെ വിവിധ തരത്തിൽ ഒരു നടൻ അല്ലെ ഒരു നജീബ് മാത്രമായിട്ടുള്ള ഒരു ഭൂമികയെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെ ഇത് ഒരു വിരസമല്ലാതെ പറയാൻ പറ്റും? ഇതൊരു ആർട്ട് സിനിമയാണ്, കൊമേഴ്സ്യൽ സിനിമയാക്കാൻ പറ്റുമോ? ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ആർട്ട് സിനിമയ്ക്ക് വേണ്ടി ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് പ്രയാസങ്ങളെ, ചോദ്യങ്ങളെ നേരിട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു തുടക്കത്തിൽ. പിന്നീടാണ് അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടി ഇതിൻ്റെ റിസർച്ചുകൾ കഴിഞ്ഞ് ഇതിന് ഒരു പുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ ഒരു സാഹിത്യഭാവന മാത്രമേ ഉള്ളൂ. എങ്ങനെയായിരിക്കും മരുഭൂമിയിലൊരു മസറ എന്ന് പറയുന്നത് പുസ്തകത്തിൽ ഒരു ഷെറീഫിൻ്റെ ഒരു വരയിൽ മാത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിൽ എന്തുകൊണ്ടാണ് മരുഭൂമിയിൽ ഈ മസറകളുണ്ടാകുന്നത്, ഒട്ടകത്തിനെ ആടുകളെയൊക്കെ മരുഭൂമിയിൽ കൊണ്ട് വളർത്തുന്നത് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത് ഒരു ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഈ ജോലി ചെയ്യുകയും ഇത്തരം ഇടങ്ങളിൽ വെക്കുന്നത്. അവരുടെ ഒരു സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് ഗ്രൂപ്പ് 3-4 പേര് ഒരുമിച്ച് താമസിക്കുകയും ഇവരുടെ ഇതൊക്കെ ഒരുപാട് മറ്റ് ഇടങ്ങളിലായിട്ടുണ്ട് സ്ഥാപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൾച്ചറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കണം, അവരുടെ ആചാരങ്ങളെക്കുറിച്ച് പഠിക്കണം, അവരെങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, എന്താണ് അവരുടെ ഫുഡ് ഹാബിറ്റ്, സംസാര രീതികൾ, അതൊക്കെ ഇത്തരമുള്ള പഠനങ്ങൾക്ക് ശേഷം അവരുപയോഗിക്കുന്ന പാത്രങ്ങൾ, കാര്യങ്ങൾ, ഇത്തരം ഒരു പഠനത്തിന് ശേഷം ആണ് ഞാൻ എൻ്റെ ഒരു സ്ക്രീൻ പ്ലേയിലേക്ക് തിരിഞ്ഞത്. അപ്പം ഇങ്ങനെ ഒന്നും അത്ര എളുപ്പം നമുക്ക് സാധിക്കാവുന്ന തരത്തിൽ ആയിരുന്നില്ല ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളും. ഇതിൻ്റെ കാസ്റ്റിംഗ് ആയാലും പിന്നീട് അവസാനം ലൊക്കേഷൻ കണ്ടെത്തുന്നതാണേലും ഷൂട്ട് ചെയ്യുന്നതാണേലും ഭയങ്കരമായ കാലാവസ്ഥ. നമ്മളിപ്പം ഡെസേർട്ടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ചൂടാണ് എപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. പക്ഷേ എങ്കിൽ എനിക്ക് തോന്നുന്നു ഡെസേർട്ടിലെ ചൂടിനെക്കാട്ടും എനിക്ക് തണുപ്പാണ് ഭയങ്കരമായിട്ടും പ്രയാസം തോന്നിയെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് 2019 ആദ്യ ഷെഡ്യൂളിൽ ഭയങ്കരമായ -ഡിഗ്രിയൊക്കെ ഉള്ളപ്പോൾ, പ്രത്യേകിച്ച് ആദ്യത്തെ പോർഷനിലാണ് നമുക്ക് കൂടുതൽ നൈറ്റ് സീക്വൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഒക്കെ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ 4-5 ലെയർ ഡ്രസ്സുകൾ ഇട്ടിട്ട് ജാക്കറ്റുകൾ ഇട്ടിട്ടൊക്കെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ
ഈ ഹക്കീമിൻ്റെയും നജീബിൻ്റെയും കഥാപാത്രങ്ങൾക്ക് അവർ നാട്ടിൽ നിന്നിട്ടുണ്ട് ഒരു ബെന്നിൻ പോലും ഉള്ളിലിടാത്ത ഒരു ഷർട്ടാണ് ധരിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഈ സിനിമയുടെ മേക്കിംഗ് സഞ്ചരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ സിനിമ ഇപ്പോൾ കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് സാർ എടുത്ത പെയിന് ഇല്ലെങ്കിൽ എല്ലാവരും എടുത്ത പെയിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് പോസിറ്റീവ് ആസ്പെക്റ്റിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇതല്ലായിരുന്നെങ്കിൽ, മറ്റൊന്നായിരുന്നുവെങ്കിൽ ഈ സിനിമ ഒരുപക്ഷെ സക്സസ് ആവാതെ പോയിരുന്നെങ്കിൽ ഒരു സിനിമയുടെ പുറകെ നടന്നു എന്ന നറേഷനായിരിക്കും വരിക. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഭയന്നിരുന്നതും അത് തന്നെയായിരിക്കാം. ഇല്ലെങ്കിൽ ഞാനൊക്കെ ഈ സിനിമ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചതും ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നവരൊക്കെ എടുത്ത ഒരു എഫേർട്ടിനെ ആ തരത്തിൽ കാണരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് തിയേറ്ററിലിരിക്കുന്നത്. അപ്പോഴും സംഘർഷം അനുഭവിക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഘട്ടത്തിൽ ഫസ്റ്റ് ഹാഫ് കഴിയുന്നത് വരെ എനിക്ക് സിനിമയെ റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ സിനിമയ്ക്കുള്ളിലേക്ക് വന്നു. പിന്നെ ഇമോഷണലി കണക്റ്റ് ആവുന്ന സീന് ഒരു 4 സ്ഥലത്ത് കരയാതിരിക്കാൻ പറ്റിയില്ല. പ്രത്യേകിച്ചും അതിലൊരു ഈ മനുഷ്യൻ കാറിനകത്തേക്ക് കയറാതെ മടിച്ചു നിൽക്കുന്ന സീനുണ്ട്. ആ സ്ഥലത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കുറച്ചു നേരം കണ്ണു പൊത്തിപ്പോയി. കാരണം പിന്നെ കാറിനകത്ത് കയറിയ പൃഥ്വിരാജിനെയാണ് ഞാൻ കാണുന്നത്. കാരണം അതിനിടയ്ക്കുള്ള വിഷ്വൽ എനിക്ക് വേണ്ടാന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഇമോഷണലി കണക്ട് ചെയ്യുമ്പോഴും ഞാൻ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ഗ്രിപ്പടിച്ചു, ഇനി ഇത് സക്സസ് ആവും എന്നുള്ളതാണ്. അപ്പോൾ ആ നറേഷൻ പേടിപ്പിച്ചിരുന്നോ എപ്പോഴെങ്കിലും ഈ ഒരു സിനിമയുടെ പുറകെ ഇത്രയും കാലം നടന്ന സമയം കളഞ്ഞു എന്ന നറേഷനെ? ഇല്ല, ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് പറയാൻ, ഇതിന് ഇങ്ങനെ അല്ലായിരുന്നു ഒരു റിസപ്ഷനെങ്കിൽ ഉണ്ടാകുന്ന പ്രയാസത്തിനെക്കുറിച്ച്. ഇതിൻ്റെ ഒരു സക്സസ് ഉണ്ടാക്കിയിരിക്കുന്ന സന്തോഷമല്ല നമ്മളെ, ഇതങ്ങനെ ആയിരുന്നില്ലെങ്കിൽ എന്തായിരുന്നു നമ്മൾ ഉണ്ടാകുന്നത്. പിന്നെ ഒരു സിനിമയെക്കുറിച്ച് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു വലിയ ധാരണയോടുകൂടി തന്നെ നമ്മളിത് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, എനിക്ക് ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിലാണ് ഈ സിനിമയുടെ ഒരു ഏറ്റവും വലിയ എക്സൈറ്റ്മെൻ്റ് ഇരിക്കുന്നത്. കാരണം ഫസ്റ്റ് ഹാഫിലെ ഒരു കഥ പറയുന്നതിനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് പറയുകയും അതൊന്ന് എന്നെ എല്ലാത്തിനൊന്ന് പ്ലേസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിലുള്ളത് പുസ്തകത്തിലും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം പുസ്തകത്തിൽ പറഞ്ഞ അതേപടി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിനകത്ത് വലിയ, പക്ഷേ പുസ്തകത്തിൽ നിന്ന് നമ്മൾ ഉള്ളതിനേക്കാൾ മറ്റൊരു തലത്തിലേക്ക് വിഷയങ്ങൾ സഞ്ചരിക്കുമ്പോഴാണ് അതിന് കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ഉണ്ടാകുന്നത്. പുസ്തകം വായിക്കുന്ന സമയത്ത് ഇതേപോലെ മരുഭൂമിയുടെ ഡീറ്റെയിൽസ് ഇല്ലാത്തതിനെ പറ്റിയിട്ട് എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. കാരണം ഞാനൊക്കെ ആനന്ദിൻ്റെ മരുഭൂമികൾ ഉണ്ടാകുന്നത് വായിക്കുമ്പോൾ വരെ ആ പേര് മറ്റൊരു തരത്തിൽ ഫിലോസഫിക്കലി അത് ചർച്ച ചെയ്യുമ്പോഴും നോമാൻസ് ലാൻഡിനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ മരുഭൂമികളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ഡിസ്കവറിയിലൊക്കെ പല കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിനകത്തൊരു മരുഭൂമിയുണ്ട്, ഒപ്പം ഈ മനുഷ്യൻ വരച്ചിട്ട ഒരു മരുഭൂമിയുണ്ട്, നമ്മളൊക്കെ അവരവർ ഭാവനയിൽ കണ്ട ഒരു മരുഭൂമിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് എനിക്കറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലസ്സാറിൻ്റെ സിനിമയിലേക്ക് വരുമ്പോൾ ആ മരുഭൂമിയെ കൂടുതൽ കാണിക്കുകയും ഒരു സർവൈവൽ ത്രില്ലറാക്കിയപ്പോൾ പലരും എതിരഭിപ്രായം പറയുമ്പോഴും ഞാൻ സന്തോഷിച്ചു. എനിക്കും സങ്കടം ഉണ്ടായിരുന്നു ഈ ആടുകളുമായിട്ടുള്ള റിലേഷനെ പറ്റിയിട്ടോ അവരെ പേരുകളിട്ട് വിളിച്ചതും ഒക്കെ ആയിട്ടുള്ള ഒരു മനോഹരമായ ചിത്രം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്തു. പക്ഷേ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഉണ്ടായത് ഇത് സിനിമയാണ് എന്ന് ഞാൻ അപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ നറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് സിനിമയാണ്, ഇതാണ് പറയാൻ ശ്രമിച്ചത്, അത് എൻ്റെ മനസ്സിലേക്ക് കിട്ടിയിട്ടുണ്ട്, അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അത് ഫസ്റ്റ് ഷോട്ട് മുതൽ തന്നെ എൻ്റെ ഉള്ളിലേക്ക് ഈ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്. ഇതിനകത്ത് ഞാൻ പലപ്പോഴും ഇതൊരു പ്രീച്ചിങ് അല്ല, എനിക്ക് തോന്നിയിട്ടുള്ള നമുക്ക് ഒരു സാഹിത്യത്തിൽ നിന്ന് അല്ലെങ്കിൽ നോവലിൽ നിന്ന് ഒരു അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സ്ക്രീൻ പ്ലേ ഇങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്ന ഒരു അനാവശ്യമായ വാശിയുണ്ട്. ലോകത്തിലുള്ള ലോകതരമായ സിനിമകളൊന്നും, വളരെ പ്രശസ്തമായ സിനിമകളൊന്നും അത്തരത്തിലായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഓർമ്മ എന്ന ചെറുകഥയിൽ നിന്ന് തന്മാത്ര എടുത്തപ്പോൾ ഓർമ്മയിൽ നിന്ന് ഞാൻ ഒരു ചെറിയൊരു പോർഷനാണ് എടുത്തിരിക്കുന്നത്. മറവി രോഗം എന്ന് പറയുന്ന അതും സെക്രട്ടേറിയറ്റിലെ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗവുമാണ്, അദ്ദേഹത്തിൻ്റെ ഫാമിലി കാര്യങ്ങൾ, ഇതൊന്നും ഇതല്ല മുന്നോട്ട്. അപ്പോഴാണ് ആ സിനിമയിൽ ഒരു ചലച്ചിത്രകാരൻ്റെ സിനിമയായിട്ട് മാറുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ആടിനെ പേര് ചൊല്ലി വിളിക്കുന്നു എന്ന് പറയുന്നൊരു കാര്യം. അതിൻ്റെ ഉദ്ദേശം എന്താ? ആടുകളുമായി അദ്ദേഹത്തിൻ്റെ ചങ്ങാത്തവും അദ്ദേഹം മനുഷ്യരെ പോലെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആടുകളെ പോലെ അവരോടൊപ്പം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു തരത്തിൽ. ഇതിൻ്റെ കണ്ടൻറ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ടൻറ്റ് അതാണ്. ഞാനിത് ആടിനെ ശങ്കരാടി ചേട്ടൻ
മോഹൻലാൽ EMS എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പം എന്താ ചിരിച്ചല്ലേ, ഈ ചിരിക്കുന്ന മാനസികാവസ്ഥയിലും ആ മാനസികാവസ്ഥ ആയിരിക്കണം ഈ നജീബ് കൊണ്ടുപോകേണ്ടി അല്ലേ. അയാളുടെ മനസ്സിൻ്റെ ലാഘവത്വത്തിൽ വരുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള അടുത്ത സീനിലും അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സീനിലും ഒക്കെയും അയാളുടെ ജീവിത രീതി എന്ന് പറയുന്ന അതുമായി റിലേറ്റഡ് ആകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുക. അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പക്ഷേ ഞാൻ പറയുന്നതിൻ്റെ അകത്ത് അങ്ങനെ ഒരു പേസിനുള്ളൊരു സ്പേസ് ഇല്ല, അങ്ങനെ ഒരു രീതിയിലല്ല. അയാൾ തുടക്കം മുതലേ അയാൾ ഭയത്തോടും രക്ഷപ്പെടണമെന്നുള്ള ഒരിത് കാണിക്കാൻ മാത്രമുള്ള ഒരു സമയമാണ് എനിക്ക് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ അതിന് പകരമായി ഞാൻ ചെയ്തതെന്താ, ഞാൻ അയാൾ ഇടികൊണ്ട് വീണ് കിടന്ന് ഉമ്മ എനിക്ക് വയ്യ ഹോസ്പിറ്റലിൽ പോകണമെന്ന് തകർന്ന് നിൽക്കുമ്പം ആരും ഇതില്ലാതിരിക്കുന്ന ഒരു സമയത്ത് ഒരു കുഞ്ഞാട് അയാളുടെ അടുത്ത് വരികയും നിലവിളിക്കുകയും അത് അയക്ക് വേണ്ടി സംസാരിക്കുക, അയക്ക് വേണ്ടി മറ്റാളുകളോട് മറ്റു ഭാഷയിൽ സംസാരിക്കുക. ഇത് ഭാഷയ്ക്കും അപ്പുറമായി ഒരു വർഗത്തിനും അപ്പുറമായി ഉണ്ടാകുന്ന ഒരു ജീവി. ഈ ജീവിയും ഞാനും അല്ലെങ്കിൽ നമ്മളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എവിടെ ഈശ്വരനാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വാക്ക് കേട്ടിട്ടല്ലല്ലോ, എൻ്റെ അവസ്ഥ കേട്ടിട്ടല്ലല്ലോ എന്ന് പറയുന്ന പോലെ ഒരു വളരെ ഒരു ഫിലോസഫിക്കൽ ആംഗിളിൽ അത് വരികയും അയാൾ തിരിച്ചറിയുന്നു എന്നെ എത്ര കരുതുന്നു ഞാനതിന് എന്ന് പറഞ്ഞുകൊണ്ട് ഹഗ് ചെയ്യുന്ന ഒരു സീനിൽ നിന്ന് പിന്നെ അത് ബാക്കി എന്തെങ്കിലും കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ആരെയും ഇതായിട്ട് പറയുമല്ല. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഇപ്പോഴാണ് അവിടെയാണ് എനിക്ക് ഈ സിനിമയിൽ എഴുതിയതിൽ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്നത് അതാണ്. അത് പുസ്തകത്തിലുള്ള ഒരു സീനല്ല, അതുകൊണ്ടുകൂടെ ആയിരിക്കാം ഞാനത് ഇഷ്ടപ്പെടാൻ കാരണം അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ക്രിയേറ്റിവിറ്റി ഞാൻ തന്നെ ചെയ്യുന്നു എന്നാണ്. പക്ഷേ അപ്പോൾ അതിലുണ്ടാകുന്ന ഒരു സൗന്ദര്യവും അതിൻ്റെ ഒരു ആത്മീയതയും അതുണ്ടാക്കുന്ന ഒരു മാനവീയതയൊക്കെ ഉണ്ടല്ലേ. നമ്മൾ മനുഷ്യർ പോലും ചിന്തിക്കാത്തിടത്ത് പോലും അങ്ങനെ ആയിരിക്കണം. നമ്മളിപ്പം ഈ ലോകം എല്ലാവരുടെയും ആണെന്ന് തോന്നുന്ന അവകാശികളുള്ള കുറേ ആൾക്കാരെ കൂടെ സൃഷ്ടിക്കപ്പെടുമ്പോഴാണ്. അപ്പം ആ തരത്തിലേക്ക് ഉയർന്ന് ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ആട് വഴങ്ങുന്ന ജീവിയല്ല. അപ്പോൾ സാറ് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നില്ല? ഒരുപാട് ടെൻഷൻ. കാരണം ഈ ആടിനെ മെരുക്കാൻ സാധിക്കുമെന്നുള്ള രീതിയിൽ പല ആൾക്കാർ നമ്മുടെ അടുത്ത് പറയുകയും അതിൻ്റെ അനുസരിച്ച് ട്രെയിനേഴ്സിനെ പലരെ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതാപ് സിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സർക്കസിൽ മൃഗങ്ങളെ ട്രെയിൻ ചെയ്തിരുന്ന അദ്ദേഹത്തിനെ ഞങ്ങൾ ആദ്യം കൂട്ടിക്കൊണ്ടുപോയി. ആദ്യമൊക്കെ അദ്ദേഹം പഠിച്ച പണി ഇപ്പം അതിനിട്ടൊന്ന് നോക്കി എന്നാണ് ഈ പറയാൻ. അപ്പം ഈ ബിസ്ക്കറ്റിനെ പോക്കറ്റ് ഇട്ടിട്ട് നിൽക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ പല ടിപ്സുകളാണ്. ഇതിൻ്റെ മണം കൊടുക്കുക. പക്ഷെങ്കിൽ ഇത് അത്തരത്തിൽ ഒരു നായ്ക്കുട്ടിയോ മറ്റെന്തെങ്കിലും മാതിരിയോ ഒന്ന് ചെയ്താൽ അതുപോലെ തന്നെ തിരിച്ച് ചെയ്യുന്ന ഒരു മൃഗമല്ല. അവസാനം എനിക്കൊന്ന് ആ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി തന്നെ സ്വയം പിന്മാറുക അതിനെക്കൊണ്ട് പറ്റും. അപ്പം അതൊരു പ്രത്യേകതരം പ്രയാസമാണ്. പിന്നെ എങ്ങനെ നമ്മൾ സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ആട് ഞാൻ നോക്കുന്നതെന്ന് ആടിനടുത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആടിന് അതിനുള്ള അറിവ് ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ എന്നെ തല്ലുകൊള്ളിക്കല്ലേ എന്ന് പറയുമ്പോൾ തിരിഞ്ഞു നോക്കി ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനത്തെ ഒരു തിരിഞ്ഞു നോട്ടത്തിൽ കൂടെ അതിൻ്റെ ഒരു ശബ്ദത്തിൽ കൂടെ അതിൻ്റെ മറുപടി നമ്മൾ അങ്ങനെ ഒരു ഷോട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് അത് എഡിറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള ഇതാവും. ആടിൻ്റെ അടുത്ത് ഇത് പറഞ്ഞു കൊടുത്തിട്ട് ആട് അങ്ങനെ നോക്കി ചെയ്യിക്കാനും പറ്റത്തില്ല. ഇത് മനുഷ്യരുടെ ഇടയിലും ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ഇപ്പം കാഴ്ചയിലെ ഒരു ഏറ്റവും ആൾക്കാർക്ക് ഫീൽ ചെയ്ത ഒരു രംഗമുണ്ട്. അതിൻ്റെ ക്ലൈമാക്സിൽ ഈ കുട്ടി തകർന്ന് പൊളിഞ്ഞ അവൻ്റെ വീട് കാണുമ്പോൾ ഭയപ്പെട്ട് അലറിക്കരയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അന്ന് ഒരു 4-5 വയസ്സ് മാത്രമുള്ള ഈ കുട്ടിയുടെ അടുത്ത് ഞാൻ എങ്ങനെ പറഞ്ഞാലാണ് നിൻ്റെ കുടുംബം ഉണ്ടായിരുന്നു, നിൻ്റെ അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, അവരൊക്കെ ഇങ്ങനെ പോയി മരിച്ചോ ജീവിച്ചോ എന്നറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാമെന്നുള്ളതല്ലാതെ അതുണ്ടാക്കുന്ന എന്നുവെച്ചാൽ അവൻ്റെ അച്ഛനും അമ്മയും അവിടെ കൂടെ ഉണ്ട്. ഇതൊരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം മനസ്സിലാക്കും എന്നുള്ളത് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ അവിടെ ഞാൻ ഉപയോഗിച്ചൊരു ടെക്നിക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ ഭയങ്കരമായി എന്നുവെച്ചാൽ വന്ന് കഥയ്ക്കണം കണ്ടിട്ടൊക്കെയുള്ള ഈ കുട്ടിയെ ഭയങ്കരമായിട്ടിട്ട് ഓടിച്ചു, ആ പ്രദേശമൊക്കെ ഓടിച്ച്
കതച്ച് വന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിൻ്റെ പല ചുവരുകളിലും ആൾക്കാരെ ഹൈഡ് ചെയ്ത് നിർത്തിയിട്ട് ഒളിഞ്ഞു നിന്നിട്ട് ഈ കുട്ടി വരുമ്പോഴത്തെ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കും. ഈ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഒരു ഞെട്ടലും ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ആണ് ഈ കുട്ടി ഇങ്ങനെ നടന്നു വന്ന് ഇത് ചെയ്യുന്നത്. അപ്പം സിനിമ കാണുന്നവർക്ക് ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ആ കുട്ടി ഭയത്തോടുകൂടി നോക്കുന്നു, ഞെട്ടുന്നു എന്നൊക്കെ ഉള്ളതല്ലേ തോന്നുന്നത്. അപ്പം എന്ന് പറഞ്ഞപ്പോൾ അതേ ടെക്നിക്ക് തന്നെയാണ് നമുക്ക് ഈ ആളുകളോടും എടുക്കേണ്ടി വന്നിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് മരുഭൂമി ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ മരുപ്പച്ചയൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ക്രിയേറ്റ് ചെയ്യാതെ ഒരു ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്തത് ഈ പൃഥ്വിരാജ് ഇങ്ങനെ നിവർന്നിരിക്കുന്ന സമയത്ത് പുറകിൽ ഇങ്ങനെ മണൽ ഒഴുകി മറ്റൊരു ടെക്സ്ചറിലേക്ക് അത് മാറുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ടെക്സ്റ്റേഴ്സൊക്കെ ഉണ്ടാവുന്നതെന്നുള്ളത് നമ്മൾ ഒരു കുറച്ച് സെക്കൻഡ്സ് കൊണ്ട് മനസ്സിലാക്കുകയാണ്. അതൊക്കെ വീണ് കിട്ടുന്ന ചില ഭാഗ്യങ്ങളോ ഇല്ലെങ്കിൽ ഒരു പക്ഷേ അത് റിസർച്ചിൻ്റെ ഭാഗവും കൂടെ ആയിരിക്കും. അത്തരം കുറേ കാര്യങ്ങളിലൊക്കെ മരുഭൂമി കൂടെ നമ്മുടെ കൂടെ നിന്നില്ലേ? അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് ഈ തുടക്കത്തിൽ പ്രത്യേകിച്ച് ആദ്യ ഷെഡ്യൂളുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ ആടുകളുടെ ആണെങ്കിൽ പോലും രീതികൾ അതെങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് നമുക്ക് തീരെ മനസ്സിലാകത്തില്ലായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് കുറേ കൂടെ ഐഡിയ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെയാണ് ഈ ഡെസേർട്ടിൻ്റെ കാര്യത്തിലും. ഡെസേർട്ട് നമുക്ക് ആദ്യം ചെല്ലുമ്പം ഒരുപാട് വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ വാദിറാമിലെ ഈ ഡെസേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു ലൊക്കേഷൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് വരുമ്പോഴത്തേക്ക് ആ ലൊക്കേഷൻ കംപ്ലീറ്റ് ലോക്ക് ചെയ്ത് വെക്കണം. അതിലെ മറ്റു വണ്ടികൾ പോകാതിരിക്കുക, അതിൽ മാർക്കുണ്ടാകാതിരിക്കുക, ആ ലൊക്കേഷനെല്ലാം ഇത് ക്ലീനപ്പ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക്. പക്ഷേ ഈ ഡെസേർട്ട് ഇന്ന് കാണുന്ന ഡെസേർട്ടല്ല നാളെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതിങ്ങനെ സാൻഡ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത് ഒരു എടുക്കാവുന്ന കാര്യങ്ങളൊക്കെ വളരെ നാച്ചുറലായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെ അതിനൊരു പ്രിപ്പറേഷൻസ് ഉണ്ടാക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. അപ്പം ഭാഗ്യത്തിന് അത്തരമൊരു റിസ്കുകൾ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യനുകളുമാണ് ഈ സിനിമയിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. വേറൊരു കാര്യമുള്ളത്, നജീബിൻ്റെ ഈ സംഘർഷങ്ങളൊക്കെ നോവല് അതിനുശേഷം ഇത് സിനിമയായി മാറുന്നു. അപ്പോഴൊക്കെ നജീബ് എന്ന് പറയുന്ന ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക് പോവാതെ ഇത് ശരിക്കും പറഞ്ഞ ഒരു ഗൾഫ് നാടുകളെ വെച്ചിട്ട് കേരളം എങ്ങനെ ഇന്നത്തെ കേരളമായി എന്നതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷനും കൂടെ സത്യത്തിൽ നടക്കുന്നുണ്ട്. അത് കലാത്മകമായി ഡോക്യുമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം കൂടെ ഇതിനകത്ത് കാണണ്ടേ സാർ? ഇതിനെക്കുറിച്ച് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഒരു ഇൻഡയറക്റ്റായിട്ട് പറയുമ്പോഴേ അതിന് സൗന്ദര്യം ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നമ്മുടെ ഒരു കേരളത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെയും ഗൾഫ് നാടുകളിൽ പോയി ജീവിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം എപ്പോഴും നമ്മൾ അറിയപ്പെടുന്നത് വലിയ നേട്ടങ്ങളുണ്ടാകുന്ന ആൾക്കാരെയാണ്. അപ്പം ജീവിതം നഷ്ടപ്പെട്ട ആൾക്കാരെ നമ്മൾക്ക് പലർക്കും അറിയാൻ പറ്റാതെ വരുന്നു. ഇപ്പം നമുക്കറിയാം, ഇപ്പം നോർക്കയൊക്കെ പോലുള്ള പല സംഘടനകളും നമ്മളൊരു തൊഴിലുമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒറ്റ ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് ഇനിയും മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്ന ആൾക്കാർ എന്തെല്ലാം കരുതലുകൾ ഉണ്ടാകണമെന്നുള്ളത് ആരും പഠിപ്പിക്കാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് വളരെ പ്രകടമായ ഒരിത്. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് ജീവിതത്തിൻ്റെ അവസാനത്തെ ശ്വാസം വരെയും ജീവിതത്തിനോടുണ്ടാകുന്ന ഒരു ആസക്തി ഉണ്ടല്ലോ, ജീവിതത്തിനോടുണ്ടാകുന്ന അനുഭവിച്ച് തീർക്കുവാനായിട്ടുള്ളൊരു ത്വര, ഒപ്പം തന്നെ സ്വന്തമെന്നും ബന്ധമെന്നും കരുതുന്നവരിലേക്ക് ചേരുവാനായിട്ടുള്ള വലിയൊരു ആവേശം. അപ്പം ഇത്തരത്തിലുള്ള ഒരു മനുഷ്യനെ പ്രതീക്ഷ, നാളെ എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയാണ്. ഇപ്പം നമുക്കറിയാം ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ, ലോകമൊട്ടാകെ. കാരണം അവർ അനുഭവിക്കുന്ന കാര്യങ്ങളുടെ അവസാനം ഇന്നാണെന്ന് തോന്നുക. നാളെ എന്ന് പറയുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കാതെ വരും. ഇത്തരം പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ് ഇവരൊരു ഡിപ്രഷനിലാകുന്നതും പിന്നീട് അവർ ലേക്ക് പോകുന്നത്. പക്ഷേ
ഇത്രയധികം അനുഭവിച്ച ഒരു മനുഷ്യന് വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു ശ്രമമുണ്ടല്ലോ. ആ ശ്രമത്തിനെ മാനിക്കുമ്പോഴാണ് ഈ സിനിമയുടെ തലം മറ്റൊരു തലത്തിലേക്ക് മാറും. തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഹോപ്പ്, ആത്മീയത എന്ന് നമുക്ക് സ്ലാഷിട്ട് വിളിക്കാൻ പറ്റുന്ന രണ്ടവസ്ഥകളുണ്ട്. ആ അവസ്ഥകളായിരിക്കും ഒരുപക്ഷെ എ റഹ്മാൻ സാറിനെ പോലും ഈ പ്രൊജക്റ്റിലേക്ക് അടുപ്പിച്ചത്. സാറിൻ്റെ ആ മ്യൂസിക് നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്കത് നിർവചിക്കാനോ നമ്മുടെ ഭാഷ കൊണ്ട് ചിലപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പറ്റില്ല. എന്നാൽ നമ്മുടെ ഉള്ളിൽ അനുഭവിച്ച കാര്യം നമുക്കത് മനസ്സിലായി എന്നുള്ളത് മാത്രമാണ്. ഇത് ചിലപ്പോൾ നമുക്ക് മറ്റൊരാളോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെയൊക്കെയാണ് ഒരുപക്ഷെ നമ്മളിങ്ങനെ ഹോപ്പെന്നോ ആത്മീയത എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന തലത്തിലുള്ള ആ മരുഭൂമിയെ കൂടെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു മ്യൂസിക്കാണ് സാറ് ചെയ്തേക്കുന്നത്. ഈ ആത്മീയ തലം നോവലിന് തുടരുന്നുണ്ട്, അത് ഇതിലേക്കും തുടരുന്നുണ്ട്. ആ ആത്മീയതയെ എങ്ങനെയാണ് ഇതിനകത്ത് പ്ലേസ് ചെയ്യണമെന്നാണ് സാർ തുടക്കം മുതൽ ആഗ്രഹിച്ചത്? ഇതിൻ്റെ ഒരു മ്യൂസിക് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഡെസേർട്ടിനെ സംബന്ധിച്ചിടത്തോളം. മ്യൂസിക് പല കാര്യങ്ങളെയും നമുക്ക് അണ്ടർലൈൻ ചെയ്യുകയാണ്. നമ്മളൊരു ഒരു ലിറ്ററേച്ചറിൽ എഴുതുന്ന കാര്യത്തിനെ അതിനെ കൂടുതൽ സൗന്ദര്യവൽക്കരിക്കപ്പെടുന്നത് ഈ സംഗീതത്തിലൂടെയാണ്. അപ്പം ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ പല തരത്തിലുള്ള ലേയേഴ്സായിട്ട് വേണമെങ്കിൽ തരംതിരിക്കാവുന്നതാണ് സംഗീതത്തിൻ്റെ കാര്യത്തിൽ. എന്നുവെച്ചാൽ അയാളുടെ ഒരു ഗ്രാമത്തിൻ്റേതായിട്ടുള്ള ഭംഗി, അത് നൽകുന്ന സ്നേഹവും പ്രണയവും കാത്തിരിപ്പുമൊക്കെ, അതിൽ നിന്ന് പ്രതീക്ഷയോടുകൂടിയുള്ള വലിയൊരു ഗൾഫ് അല്ലെങ്കിൽ ഒരു തൊഴിലിടം, അതിൽ നിന്ന് നമ്മൾ അപ്രതീക്ഷിതമായ, അപ്പോൾ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺസ് കൂടി ഇങ്ങനെ പരന്ന് കിടക്കുന്നതാണ്. അപ്പം തന്നെ ഒരാളുടെ ഒരു സഞ്ചാരമാണ്. അയാളുടെ എപ്പോഴും എനിക്ക് ഇപ്പോൾ പുസ്തകം വായിക്കുമ്പോൾ, ചിലപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ സിനിമ കുറച്ചും കൂടെ നമ്മുടെ ഭാഷയിൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതിനേക്കാൾ ഉപരിയായിട്ട് ഇത് സിനിമ കാണുമ്പോൾ ഈ മ്യൂസിക്കിലൂടെയാണ് പിന്നെ നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ പറയാനുള്ളത് പറഞ്ഞു. ഇപ്പോൾ ഒരാൾക്ക് തനിച്ച് ഇപ്പം വേണമെങ്കിൽ അയാൾക്ക് സ്വയം പറയാം. ബെന്യാമിൻ്റെ നോവലിൽ സ്വയം പറഞ്ഞ് സോളിലോക്കിയിലാണ് കഥ മുഴുവൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതൊരു സിനിമയിലാകുമ്പോൾ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ അതിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഒന്നോ രണ്ടോ പ്രാവശ്യമോ നമ്മൾ സ്വയം അയാൾ വിലപിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഓർത്തെടുക്കുന്നുള്ളൂ. കാരണം അതൊരു നറേഷനിൽ അല്ലാതെ നമ്മൾ പറയണം. അതിനുള്ള ബ്രില്യൻസ് നമ്മൾ തിരക്കഥയിലുണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ മറ്റൊരു തരത്തിലേക്ക് കമ്മ്യൂണിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം അതിൻ്റെ ഒരു തിരക്കഥയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക്, അല്ലെങ്കിൽ ഒരാൾ തനിച്ച് ഓർത്തിരുന്ന് പറയുന്നു, കേൾക്കുന്നു എന്ന് പറയുന്നത് നമുക്ക്. അപ്പോൾ ഇത്തരമുള്ള ഒരുപാട് സാങ്കേതികമായ മാറ്റങ്ങൾ സിനിമയ്ക്കും പുസ്തകവും തമ്മിലുണ്ട്. അതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തിരക്കഥയിലാണ് ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു ആത്മീയ തലമാണോ ശരിക്കും പുള്ളി ഇതിനകത്തേക്ക് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും ഈ സിനിമ സംസാരിക്കുന്നത് എന്താണെന്നുള്ള ഒരു തിരിച്ചറിവ് ആദ്യം ഉണ്ടായിരിക്കുന്നത് റഹ്മാൻ സാറിലായിരിക്കും. കാരണം ഈ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ച് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ഒരു സിനിമ വ്യത്യസ്തമാകുന്നത്. നമ്മളിപ്പം വളരെ ഡയറക്റ്റായിട്ട് ഒരു മനുഷ്യൻ പറയുമ്പോൾ ഒരു മനുഷ്യൻ മോഹങ്ങളുമായി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ ചതിക്കപ്പെടുന്നു, അയാൾ ട്രാപ്പ് ചെയ്യപ്പെടുന്നു, അയാൾ കുറേ മൃഗങ്ങളോടൊപ്പം അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ, ഇപ്പം ആടുജീവിതം തന്നെയാണോന്നില്ല, മറ്റൊരു തലത്തിൽ പീഡിക്കപ്പെടുന്നു, ജോലിയിടങ്ങളിൽ അയാൾ തനിച്ചാകുന്നു, അയാളൊരു മൃഗമായി മാറുന്നു, അയാളെ ആരോ സഹായിച്ച് അവർ രക്ഷപ്പെടാനായിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗം ആയുസിൻ്റെ വലിപ്പം കൊണ്ട് അയാൾ രക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞാൽ തീർന്ന കഥ. അപ്പം ഇതിനെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നു എന്ന് പറയുന്നതിന് അത് തീർത്തും എനിക്ക് തോന്നുന്നതിന് ഒരു മ്യൂസിക്കും ഒക്കെ ഭയങ്കരമായിട്ടും സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയ ഈ സിനിമയുടെ തുടക്കത്തിൽ
ഒരു ട്വിസ്റ്റർ ഉണ്ടാവുകയും ട്വിസ്റ്ററിലെ എഫക്റ്റ് മാത്രമേ ഉള്ളൂ, മ്യൂസിക്കൊന്നുമില്ല. പിന്നീട് ഒരു വലിയൊരു വൈഡ് ഡെസേർട്ട് ഇങ്ങനെ അത് ഇരുണ്ട് പോയ ഒരു മിൽക്കി വേയിലോട്ടൊക്കെ പോകുന്നതായിട്ടാണ് തുടക്കം. അപ്പോൾ അതിന് ഞാൻ സ്ക്രിപ്റ്റിൽ എഴുതിയിരുന്ന സ്വർഗത്തിൽ നിന്ന് മാലാഹമാർ പാടുന്ന പോലെയുള്ളൊരു സംഗീതം കേൾക്കാമെന്നാണ്, ഒരു സ്വർഗീയ സംഗീതം കേൾക്കാമെന്നാണ് സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നത്. മാലാഹമാർന്നല്ല, സ്വർഗീയ സംഗീതം ഇങ്ങനെ താഴേക്ക് ഇറങ്ങുന്ന പോലെ. അപ്പോൾ ഇതൊരു ഒരു 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 സ്വർഗത്തിനടുത്തുള്ളൊരു സ്ഥലം പോലെയാണ് അതിനെ ഇങ്ങനെ ഡ്രാമറ്റൈസ് ചെയ്തുകൊണ്ട്, അതല്ല ഒരു 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 കാലപ്പൽനീക തല ഉണ്ടാക്കുക ആ ബിഗിനിങ് എന്നൊക്കെ പറയുന്നത്. അപ്പം അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് അതിൻ്റെ ഒരു തീം മ്യൂസിക് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അത് എപ്പോഴും അങ്ങനെയാണല്ലോ, ഈ കാൽപ്പനികത എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥമായി ആ സംഭവത്തിനെ വരച്ച് ചെയ്യാൻ പറ്റുന്നതല്ല. ആ തലത്തിലേക്ക് നമ്മളുടെ സിനിമയുടെ കാഴ്ചയുടെ എക്സ്പീരിയൻസ് വളരും തോറും അതിന് കൂടുതൽ ബെറ്റർ സിനിമകൾ കാണുമ്പോഴത്തേക്ക് അത് ഉണ്ടാകുമെന്നുള്ളതാണ്. പൃഥ്വിരാജ് ഉടുപ്പടിച്ചിട്ട് നടന്നു പോകുന്നത് എല്ലാവരിലും ടച്ച് ചെയ്ത ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാക്കിയ സീനാണ്. പക്ഷെ അത് രണ്ടർത്ഥത്തിലാണ് അതിനെ നോക്കിക്കാണുക. നജീബ് അവിടെ അനുഭവിച്ച, ആ ക്യാരക്ടർ അനുഭവിച്ച ഒരു കാര്യവും, എന്നാൽ പൃഥ്വിരാജ് ഇതിനകത്ത് എടുത്ത എഫേർട്ട് അത് എത്രത്തോളമാണെന്നുമാണ് ആൾക്കാർ ആ ഒറ്റ വിഷ്വലിൽ കണ്ടത്. ഇത് ഏത് കാണണമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പൃഥ്വിരാജ് അങ്ങനെ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. സെയിം ടൈം നജീബ് അനുഭവിച്ച ഒരു ജീവിതമുണ്ട്. അത് നോവൽ വായിച്ചാലും ഇല്ലെങ്കിലും നമുക്കത് അനുഭവപ്പെടുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമ്മളൊരു ഫീൽ ഉണ്ടാക്കിയത്, ഒരു സങ്കടം ഉണ്ടാക്കിയത്. എന്നിൽ ഇത് ഏതാണ് മുന്നിട്ട് നിന്നതെന്ന് എനിക്കത് പറയാൻ പറ്റുന്നില്ല. സിനിമ കാണുന്ന സമയത്ത്, ഈ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ആസ്പെക്റ്റും സാർ കണ്ടിട്ടുണ്ടായിരുന്നു? ഇത് വിഷ്വലൈസ് ചെയ്യുമ്പോഴല്ല, ഇത് ശരിക്കും ഞാൻ തനിച്ചിരുന്ന് ഇത് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ആണ് ഇതിൻ്റെ ആദ്യത്തെ എന്തിന് ഇങ്ങനെ ഒരു സീൻ എഴുതണം എന്ന് തോന്നി. അത് പൃഥ്വിരാജൻ്റെ മെലിഞ്ഞ് ഉണങ്ങിയ ഒരു ശരീരം കാണിക്കുക എന്ന് ആ സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടില്ല. അതല്ല എൻ്റെ, അതായത് അതുവരെ അയാളിൽ ഉണ്ടായിരുന്നതിനെ അയാൾ പറിച്ചെറിയുന്ന, ഉരിഞ്ഞു മാറ്റുന്ന, ഒരു തോലുരിക്കുന്ന, പടം പൊഴിക്കുന്നത് പോലെയുള്ളൊരവസ്ഥയാണ്. അത് ഒരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു 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 യാത്രയാണ്. അതായത് മനുഷ്യൻ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വളർച്ച, ഒരു പറക്കൽ പോലെയാണ്. പലപ്പോഴും ഞാൻ മാന്യനായി വസ്ത്രം ധരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മുഖംമൂടിയുണ്ട്. ഞാനെന്താണെന്നുള്ളത് എന്നെ മനസ്സിലാക്കുന്നത്, മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് ആദ്യം എൻ്റെ മേക്ക് ഓവറിലാണ്. അങ്ങനെ എന്താണ് ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം, അത് അഴുക്ക് പുരണ്ടിട്ടുണ്ടോ, വടിവത്തതാണോ എന്നൊക്കെ നോക്കിയിട്ടാണ്. വലിയ വില കൂടിയ ഡ്രസ്സ് പോലും കുറച്ച് മുഷിഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ചുളിവ് വീണതാണെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് വലിയ ശോഭയൊന്നും നമ്മൾ കൽപ്പിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഈ വസ്ത്രം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്ന ഒരു അവൻ്റെ പേഴ്സണാലിറ്റിക്ക് മേലുണ്ടാകുന്ന ഒരു പുറംചട്ടയാണ്. അത് ചിലയിടത്ത് അവന് ആദരവുണ്ടാകും, ചിലയിടത്ത് അവനെ അടിമയാക്കും. അപ്പോൾ ഇവനെ അടിമയാക്കുന്നതാണ് അവൻ്റെ, അതായത് ഇവൻ്റെ തൊഴിലിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള അതാണല്ലോ ഇവനിലേക്ക് വലിച്ചെറിയുന്നത്. ആ ഡ്രസ്സുകൾ ഇവൻ വലിച്ചെറിയുമ്പോഴാണല്ലോ, അതായത് ആ ബൂട്ടും ഇതൊക്കെ അവൻ അവിടെ ഇരിക്കുമ്പോൾ അവനിലേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ്. നീ ഇതിൻ്റെ ഉള്ളിൽ നിൻ്റെ ജീവിതം ഉണ്ടാക്കുക എന്ന് പറയുന്ന അതാണ് ആ പുറംചട്ട. അങ്ങനെ പറയുമല്ലോ, പുറംചട്ട എന്ന് പറയുന്ന ആ ചട്ട ധരിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ. ആ ചട്ടക്കൂടത്തിനെ ഒക്കെ ഉരിഞ്ഞു കളയുക, അഴിച്ചു കളയുമല്ലോ ചെയ്ത്, ഉരിഞ്ഞു മാറ്റുമല്ലോ. ശരീരത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു സ്കിന്നൊക്കെ വലിച്ചു ഊരുന്നതിൻ്റെ തൊട്ടാണ് അത് ഊരിക്കളയുന്നത്. അപ്പം അതാണ് ആ സീനിൻ്റെ ഏറ്റവും വലിയ ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയം എൻ്റെ മനസ്സിലുള്ള ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ, ഫിലിം മേക്കർ എന്നുള്ളത്. ഒപ്പം തന്നെ അതിനെ എങ്ങനെ പിന്നെ കാണിക്കാം, ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അതെങ്ങനെയാകും
നമുക്ക് കാണിക്കാൻ പറ്റുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്വാഭാവികമായ അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടാൻ പാടില്ല, അതുണ്ടാകുന്ന ഒരു വൃത്തികേടുകളുണ്ടാകാൻ പാടില്ല. കാരണം അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് ഇയാളുടെ നഗ്നതയെക്കാട്ടും കൂടുതൽ ഉണ്ടാകുന്ന അയാളോടുണ്ടാകുന്ന ഒരു വലിയൊരു മനസ്സുകൊണ്ടുള്ള നമ്മുടെ നെഞ്ചുരുകിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതാണെന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും കൃത്യമായി നമ്മൾ ഷൂട്ട് ചെയ്യണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്ലാനിങ്. അതിനായിട്ടൊരു വലിയൊരു ഒരുക്കം തന്നെ ഞാൻ പിന്നീടൊരു അവസരത്തിൽ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിയേറ്ററിൽ ഇനിയും വലിയ ഒരു ക്രൗഡ് സിനിമ കാണാനുണ്ട്. അതുകൊണ്ട് അതിന് ശേഷമൊക്കെ പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ബിഹൈൻഡ് ദി സീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ടോട്ടൽ ഷൂട്ടിംഗ് പ്രോസസ്സിലെ ഏറ്റവും അധികം ആൾക്കാർ ഫോക്കസ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്ക്, ഒരു ഷൂട്ടിങ്ങാണ് അത്. കാരണം ഇത് ഫുൾ നമ്മൾ റിഹേഴ്സലെടുത്ത് അതിൽ ഒരു കുട്ടിക്ക് പോലും ഏത് ആംഗിളാണ്. അപ്പം ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഒരു പൃഥ്വിരാജ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി വലിയൊരു ശരീരത്തിനെ ആരും ചെയ്യാത്ത തരത്തിലേക്കുള്ളൊരു വലിയൊരു ഡയറ്റും ഒക്കെ ചെയ്തിട്ടാണ് ഒരു എത്തുന്നത്. അപ്പം ഇയാളുടെ മാനസികമായ നില, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ചിലപ്പം ദേഷ്യം വരാം. അപ്പം അങ്ങനെ ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാത്തൊരു ഉന്മാദത്തിൻ്റെ അവസ്ഥയിലാണ്. അപ്പം മനുഷ്യന് എത്രയ്ക്ക് അവസ്ഥയുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റാത്ത പോലെ ഒരു കാര്യം. അയാൾ വളരെ നോർമലാണ്, പക്ഷെ അയാൾ ആ കഥാപാത്രത്തിലാണ് ജീവിക്കുന്ന കുറേ ദിവസങ്ങളായിട്ട്. അതല്ലാതെ അയാളെ വേറൊന്നും സ്പർശിക്കുന്നില്ല, അയാളെ ആരും കാണുന്നില്ല. അങ്ങനെ ഒരു കൂട്ടിലിട്ടിട്ടാണ് സീക്വൻസ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ട്രാക്ക് പോകുന്നത്, ക്യാമറ എടുത്ത് വെക്കുന്നത്, ലെൻസ് മാറുന്നത്, ഇതൊന്നും അയാളുടെ തലച്ചോറിലേക്ക് ചെന്നതിനെ ഒരു യാന്ത്രികമാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അന്ന് വേണ്ട 8 ഷോട്ടുകളോ മറ്റാണ് എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ചെറിയ മണിക്കൂറിനുള്ളിൽ, 1-1.5 മണിക്കൂറിനുള്ളിൽ ഉള്ള ആ ലൈറ്റിലെടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ റിഹേഴ്സൽ ചെയ്ത് മാർക്ക് ചെയ്ത്, അപ്പോൾ ഒരാൾക്ക് പോലും ഇന്നതാണ് നീ ചെയ്യേണ്ടതെന്ന് പറയാം. ഇങ്ങനെ കമ്പ്യൂട്ടറൈസ്ഡ് സാധനം സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഷോട്ട് കഴിയുമ്പോൾ അപ്പോൾ കുറച്ച് ആൾക്കാർ ട്രാക്ക് എടുത്തുകൊണ്ട് പോകുന്നു, ക്യാമറ എടുത്തുകൊണ്ട് പോകുന്നു, മറ്റേ പേഴ്സണെ കൊണ്ട് വെക്കുന്നു, അതിൻ്റെ സംഭവം വെക്കുന്നു, ഈവൻ അതിൻ്റെ ചീളുകൾ, ആപ്പുകൾ വെക്കുന്ന വരെ എത്ര പീസ് വെക്കണം എന്നുള്ള വരെ കറക്റ്റാണ്. അങ്ങനെ വെക്കുന്നു, സാധനം വരുന്നു, എടുക്കുന്നു, ഷോട്ട് ചെയ്യുന്നു, ആ ഷോട്ട് എടുത്ത് നെക്സ്റ്റ് ഒരു റീടേക്ക് ഒന്നുമില്ല, നമുക്ക് ആ പെർഫെക്റ്റാണ് സാധനം. ആ ഒരു ഷോട്ട് മറ്റോ കൊണ്ട് മാറ്റിയെടുത്തിട്ടുണ്ടെന്ന് അങ്ങനെ എടുത്ത് അടുത്ത ഷോട്ടിലേക്ക് പോകുന്നു. ഇങ്ങനെ പറയുന്നൊരു വലിയൊരു ഞങ്ങൾക്ക് തന്നെ ഒരുപാട് അഭിമാനം തോന്നിയിരുന്ന നമുക്ക് അങ്ങനെ. പിന്നീട് ഞങ്ങളതൊരു പാറ്റേൺ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ റോങ് ലൈറ്റിൽ നമ്മൾ റിഹേഴ്സൽ ചെയ്യുകയും അല്ലെങ്കിൽ ഈ ക്രൂസിന് കംപ്ലീറ്റ് അതിൻ്റെ ഒരു ഇത് കൊടുക്കുകയും കൃത്യമായ ഒരു ലൈറ്റ് 1.5 മണിക്കൂറോ 2 മണിക്കൂറോ കിട്ടുകയാണെങ്കിൽ ആ ലൈറ്റ് നമ്മൾ ഷൂട്ടിങ് മാത്രം ചെയ്യുക. ബാക്കിയുള്ള സമയങ്ങളിൽ റോങ് ലൈറ്റിൽ നമ്മളത് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു പാറ്റേൺ നമുക്ക് അങ്ങനെ അറിയാതെ നമുക്ക് അതിൻ്റെ ഒരു സുഖം മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു ലൈറ്റിങ്ങും ഒക്കെ അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ അത്ര രീതിയിൽ മനോഹരമാക്കാൻ പറ്റിയിട്ടുള്ളത്. ചിലപ്പോൾ വളരെ സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്, പക്ഷേ ഒരുപാട് പേരെ കോർഡിനേറ്റ് ചെയ്യാൻ ബുദ്ധിമതിയെന്നായിരിക്കും സാറ് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ എങ്കിലും അവർക്കൊക്കെ സാറിൻ്റെ ഒരു ബലം മനസ്സിലാവണം. ആ ബലം മനസ്സിലാക്കി കൊടുക്കുന്നത് സാറിൻ്റെ കാര്യങ്ങളിലുള്ള വ്യക്തത അവർക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണോ? അതേ ഇപ്പോൾ കർക്കശ സ്വഭാവമാണ് ഇത്തരത്തിലുള്ള കോർഡിനേഷനൊക്കെ വേണ്ടതെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഇതൊരു കർക്കശ്യം ഇല്ലാതെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുമെന്നാണോ സാർ പറയാൻ ശ്രമിക്കുന്നത്? ഞാൻ എന്താണെന്ന് ഞാൻ തന്നെ പറഞ്ഞാൽ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇങ്ങനെ അല്ല. ഇങ്ങനെ അല്ല, അവിടെ എത്തിക്കഴിഞ്ഞാൽ വേറൊരാളാണ്. അത് ഇപ്പം ഞാനത് പറയാൻ കാരണം ഞാൻ അങ്ങനെ അല്ലെന്ന് ഞാനും മനസ്സിലാക്കിയ ഒരു കാലഘട്ടം. കാരണം ആൾക്കാരത് പറയുകയും ഒക്കെ ചെയ്യുമ്പം എനിക്ക് ഒരു യുദ്ധം പോലെ സിനിമ. ഞാൻ അങ്ങനെ ആരെയും അതിനു വേണ്ടി കൺസിഡർ ചെയ്യാറില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു വലിയൊരു ശ്രമമുണ്ട്. കാരണം എങ്ങനെയാണ് ആ മൊമെൻറ്റുകളിൽ നമ്മൾ എത്തുന്നത്, ഒരു ഷൂട്ടിങ് എങ്ങനെയാണ് ഞാനൊരു അൾജീരിയയുടെ സഹാറയുടെ നടുക്കെത്തുന്നത്,
ബാക്കിയുള്ളവരെത്തുന്നതിന് മുമ്പ് നമ്മൾ എത്തുമല്ലേ, എത്തി അത് തേടി ഫിക്സ് ചെയ്ത് കണ്ടുപിടിച്ച് നമ്മളതിലേക്ക് നിന്നിട്ടാണ് ഈ ബാക്കിയുള്ള ഇത്രയും 19 ആൾക്കാർ വരുന്നത്. അപ്പോൾ അവരെ കൃത്യമായിട്ട് അതിലേക്ക് കൊണ്ടുവരാനായിട്ട് പിന്നെ ഇതിന് ഉണ്ടായ ഒരു വലിയ ഗുണം എന്ന് പറയുന്നത് ഈ രീതിയിൽ തന്നെയാണ് എല്ലാ സിനിമകളും. എങ്കിൽ പോലും ഇതിന് കുറച്ചുകൂടെ കൂടുതൽ വർക്കുകൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയും എന്താണ് ഷോട്ടുകൾ, എന്തൊക്കെ ഷോട്ടുകളാണ് ഈ സിനിമയ്ക്ക് ഉണ്ടായെന്നുള്ളത് കൃത്യമായിരുന്നു. അപ്പം അത് ക്യാമറാമാനാണേലും അസോസിയേറ്റിനാണേലും മറ്റ് അസിസ്റ്റൻസിനൊക്കെ ആണേലും മേക്കപ്പ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഈ ഷോട്ട് എന്താ, ഈ സീൻ എന്താണെന്നുള്ളതും കൃത്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ സീനിൽ കഥാപാത്രങ്ങളുടെ എനർജി എന്താണ്, അവർ ഏത് ലെവലിലാണ് അവരുടെ ഫിസിക്കലി അവരുടെ ഒരു ഇതൊക്കെ നമ്മൾ അതിൻ്റെ ഒരു എനർജി ലെവൽ വരെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ അതിന് ഗുണം ചെയ്തിട്ടുണ്ടാകും. പിന്നെ എല്ലാവരെയും എനിക്കും തോന്നിയിട്ടുണ്ട് ഞാനെങ്ങനെയാണ് കാണുമ്പോൾ ഒരു ഭീകരനാണ്. അങ്ങനെയല്ല, എനിക്കിതല്ലാതെ ഞാൻ വേറെ എനിക്ക് എൻ്റെ സെറ്റിൽ മറ്റെന്തെങ്കിലും വർത്തമാനം പറയുന്ന ഒരാളെ അപ്പോൾ ഞാൻ ഇറക്കി വിടും. സിനിമയല്ലാതെ മാത്രം ആ ഷോട്ട് മാത്രമാണ്, ബാക്കിയൊക്കെ പിന്നെ ആ ഷോട്ട് അങ്ങനെയാണ്. അപ്പം നമ്മൾക്ക് അതിൻ്റെ ഒരു ഡിസിപ്ലിൻ സിനിമയ്ക്ക് അത് ആദ്യ സിനിമ തൊട്ടേ ഉണ്ട്. അതാണ് ഈ പടങ്ങളൊക്കെ ഇത്രയേറെ ശ്രദ്ധിക്കുന്നതിന് പിന്നിൽ അത്തരം ഒരു അധ്വാനവും കൂടെ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ചിലപ്പോൾ ഇതിനകത്ത് ആടുജീവിതത്തിനെ കുറിച്ച് പറഞ്ഞു തരാത്തതുകൊണ്ടാണ്. കാരണം ഇതിൻ്റെ പടം വലിയ നിലയിൽ പോകുന്തോറും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുകയും കൂടുതൽ പേര് അഭിപ്രായം പറയുകയും ചെയ്യും. ഇതിനകത്ത് ലിപ് ലോക്ക് സീൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ ശരിക്കും നജീബ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ആ കാലഘട്ടത്തിലെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയും നമ്മൾ ഈ കഥയെ ചേർത്ത് വെക്കാൻ ശ്രമിക്കും. സിനിമ മറ്റൊരു കലയാകുമ്പോഴും നോവൽ മറ്റൊന്നായിരിക്കുമ്പോഴും നമ്മൾ അങ്ങനെയാണ് റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അവിടെ ഒരു തരത്തിൽ യോജിക്കാതെ വരും, അല്ലെങ്കിൽ ലോജിക്കലി ഫിറ്റാവാതെ വരുമെന്ന് ഏതെങ്കിലും തരത്തിൽ ചർച്ച ഉണ്ടായിട്ടുണ്ടോ? എനിക്കതിനെക്കുറിച്ച് ഡയറക്റ്റായിട്ടുള്ള കേട്ടിട്ടില്ല. പക്ഷേ ഏറ്റവും എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നത് 2009 ആയിരിക്കണം. വായിച്ച് ഞാൻ എൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് രാജുവുമായിട്ട് ഞാൻ ആദ്യം സംസാരിക്കുന്നു. ആദ്യമായി ഞാൻ ഇതിൻ്റെ കഥ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഈ ആളെക്കുറിച്ച് പറഞ്ഞു, കുറച്ചുകൂടെ തടി വേണം, ഇയാൾ ഇപ്പോൾ രാവിലെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പുഴയിൽ മുന്നിൽ താന്നൊരു 9:30-10 മണിയാകുമ്പോഴത്തേക്ക് ഇവരുടെ ജോലി കഴിയും. അങ്ങനെയാണ് ഈ മണൽ വാരുന്ന തൊഴിലാളികൾ. പുലർച്ചെ അവരുടെ ജോലി പിന്നിട്ട് വന്നിട്ട് ചായക്കടയിൽ കയറി പൊറോട്ടയും ബീഫും കഴിക്കുന്ന ഒരു മനുഷ്യനാണ് ഇയാൾ എന്നാണ്. എന്നുവെച്ചാൽ ഇയാളെക്കുറിച്ച് വ്യക്തത ഇല്ലാത്ത ഒരാളല്ല ഞാൻ. അപ്പം അങ്ങനെ പൊറോട്ടയും ബീഫും കഴിക്കുന്ന സാധാരണക്കാരൻ. അപ്പം തന്നെ ഒരു കുടവറ് വേണം, ശരീരമൊക്കെ ഒന്ന് ഇടിഞ്ഞതായിരിക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് രാജുവിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പം അവിടെ ഞാൻ പറഞ്ഞു, ഇവനൊരു സാമാന്യം നല്ല മീശ വേണം. മീശ വേണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇവർ തമ്മിലുള്ള ഭാര്യയുടെ ഒരു പുതുമോടി അവിടെ നാണം മാറാതെ അങ്ങനെ എൻ്റെ പൂതി മാറുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പുതുമോടിയിൽ നിൽക്കുന്ന ഒരു സ്റ്റേജും കൂടെ ഉണ്ട്. അപ്പോഴാണ് ഇയാൾ പറഞ്ഞത്, ഇത് ഒരു ഘട്ടത്തിൽ ഇയാളുടെ ഒരു ചുംബനം കൊടുക്കുന്ന സമയത്ത് ഇയാളുടെ മീശ കടിച്ചെടുക്കുകയും പിന്നീട് ഇത് നാക്കിൽ അവനെ ഈ മീശയുടെ രോമങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു കുറച്ച് കട്ടിയുള്ള മീശ വേണമെന്ന് പറയുന്നത്. ഇതെന്നാണ് സ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുമ്പേ കഥ ആദ്യമായി പറയുമ്പോഴാണ്. ആ കാലഘട്ടത്തിലും പ്രണയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ടാകുന്നതിന് ഒരു സോഫിസ്റ്റിക്കേഷൻ ഒന്നും ഒരു ലിപ് ലോക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉന്നത വിദ്യാഭ്യാസം നേടണമെന്നൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അത് സാധാരണക്കാരനെ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു കാര്യമാണ്. ഇതുപോലെ തന്നെ ഒരു വളരെ പ്രശസ്തമായ ഒരു ചാനലിലുള്ള ഒരാളും എന്നോട് ഇത് ചോദിച്ചു, 5ാം ക്ലാസ്സും ഗുസ്തിയും പഠിക്കുന്ന നജീബിന് ഇത്രയധികം റൊമാൻസ് മണിരത്നത്തിൻ്റെ കൂട്ട് വേണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ രസകരമായൊരു മറുപടി ചോദിച്ചു. ഇവർ വള്ളത്തിലിരിക്കുന്നൊരു സീനുണ്ട്, അതും പുസ്തകത്തിലുള്ളതല്ല, ഒരു വള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതൊക്കെ ഒരു കാൽപ്പനികത, അതിൻ്റെ ഒരു റൊമാൻസിന് പറ്റുന്ന വിഷ്വലിന് പറ്റുന്ന ഇടങ്ങളൊന്നും. പക്ഷേ ആ ഒരു സീൻ എനിക്കിത് വളരെ ലിമിറ്റുകളുള്ള, പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഓരോ ലൈനിലും ഓരോ കാര്യം എഴുതി വെക്കാം. അതായത് ചോർന്നിരിക്കുന്ന ഒരു വീടാണെന്ന് എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഒപ്പം തന്നെ
അവിടെ ഒരു പ്രൈവസി ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി ഒരു കുട്ടിയും കൂടെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് ഈ വള്ളത്തിൽ വന്നിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇയാളിലേക്ക് മോഹങ്ങളും ആവശ്യങ്ങളും എറിഞ്ഞു കൊടുക്കുന്ന ആരാ? ഇയാളുടെ ഭാര്യ സൈനുവാണ്. പിള്ളേരെ നല്ല സ്കൂളിൽ പഠിപ്പിക്കണം. ഇതെല്ലാം ഇവർ പറയുന്നത് ഈ ഒരു ആരുടെയോ ഒരു കെട്ടുവള്ളത്തിനുള്ളിൽ കിടന്നുകൊണ്ടാണ് പറയുന്നത് ഒരു മഴയുള്ള ഒരു സമയത്ത്. ഈ കുട്ടി എത്ര 5ാം ക്ലാസ് ആണെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. വേറൊരു സ്ഥലത്തൊന്നും വന്നൊരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയുടെ ഇയാളെ മോൾഡ് ചെയ്യുന്ന, ഇയാളിലേക്ക് പ്രണയം സൃഷ്ടിക്കുന്ന തരത്തിലേക്കുള്ള ഇയാളെ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു കാൽപ്പനികത അവൾക്ക് ഇല്ല എന്ന് നിങ്ങൾ കാണാത്തതല്ലേ എൻ്റെ കുഴപ്പം? എൻ്റെ കുഴപ്പമല്ലല്ലോ. നിങ്ങൾ നജീബ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു നായകനെ മാത്രം എന്തിനാ ചിന്തിക്കുന്നത്? സൈനുവിനെ കുറിച്ച് സൈനു വളരെ കാൽപ്പനികമായ സ്വപ്നങ്ങൾ, അതുകൊണ്ട് തന്നെയാണല്ലോ അവൾ തനിച്ചിരിക്കുമ്പോൾ സ്വപ്നം കാണുന്നതും ഒക്കെയല്ല നമ്മൾ കാണിച്ചിട്ടുള്ളത്. അവൾ ചാടി കയറി പിടിക്കുമ്പോഴത്തേക്ക് ഒരു ബട്ടൺസ് ഇത് മാറി, പിന്നീട് അവൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചില കാര്യങ്ങൾ എനിക്ക് അങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ സൗന്ദര്യം കുറയുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഈ പ്രണയം ഉണ്ടാകുവാനായിട്ട് ഒരുപാട് വിദ്യാഭ്യാസം വേണമെന്നുള്ളത് എനിക്ക് തന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുണ്ടാകുന്ന വലിയ ഒരുമിച്ചുള്ള നിമിഷങ്ങൾക്ക് വിദ്യാഭ്യാസം വേണോ? ഞാൻ തിരിച്ചു ചോദിക്കുക. ഇല്ല, എന്താ വെച്ചാൽ വെസ്റ്റേൺ സൈഡിലുള്ള ലിപ് ലോക്കൊക്കെ നമ്മുടെ സിനിമയിൽ കണ്ടിട്ടില്ലെന്നല്ലേ ഉള്ളൂ. സിനിമയിൽ കണ്ടിട്ടില്ല. പുരുഷൻ സ്ത്രീയെ ചുംബിക്കോ, സ്ത്രീ പുരുഷനെ സ്ത്രീ ഒരു പുരുഷനോടൊരു അമിതമായ താല്പര്യം കാണിച്ചു കഴിഞ്ഞാൽ അതൊരു മോശമായ ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. പുരുഷനേക്കാൾ കൂടുതലോ പുരുഷനോടൊപ്പമോ സ്ത്രീക്ക് ആ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കാത്തടത്താണ് ഈ പ്രശ്നം. അത് വിദേശത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് വിദേശ സംസ്കാരമാകുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്തുള്ള സ്ത്രീയുടെ ഹാർട്ട് ബീറ്റും ഇവിടെയുള്ള സ്ത്രീയുടെ ഹാർട്ട് ബീറ്റും എല്ലാം സെയിമാണ്. അപ്പം നമ്മുടെ ഡിബേറ്റ് പോകുമ്പോൾ നമ്മൾ അങ്ങനെയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇമോഷണലി ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പുരുഷനെക്കാട്ടും ഹോർമോൺ വൈസ്, ഞാനൊരു സുവോളജി പഠിച്ച ആളായതുകൊണ്ട് പറയുക, ഹോർമോൺ വൈസ് ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാകുന്നത് സ്ത്രീകൾക്കുള്ളാണെന്നുള്ളത് പുരുഷൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ഘട്ടത്തിലും സ്ത്രീയെ എത്രത്തോളം നമ്മൾ കരുതുകയും അവരുടെ മാനസികമായിട്ടുള്ള അവരുടെ വളർച്ചയിൽ തന്നെ അവർക്ക് വലിയ മാനസികമായ പ്രയാസങ്ങളുണ്ടാകുന്ന തരത്തിൽ തന്നെ അവരുടെ ശരീരം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടങ്ങളുണ്ട്. അതൊരു പ്രായമാകുന്നിടം വരെയും, അല്ലെ പ്രായമായി കഴിഞ്ഞു എന്ന് പറയുന്ന ഘട്ടത്തിൽ പോലും. അപ്പം അത്തരത്തിൽ കാണണം. പെണ്ണാണ് ശരിക്കും പ്രധാനപ്പെട്ട ജീവി. തീർച്ചയായിട്ടും. അതുകൊണ്ടല്ലേ അമ്മയെ മാത്രം നമ്മൾ ബഹുമാനിച്ചാൽ പോരാ. പിന്നെ ഉള്ളത് ഈ സൈനുവിൻ്റെ ജീവിതമാണ് നമുക്ക് മിസ് ചെയ്തു പോയതിനകത്ത്. അപ്പോൾ ഒരു സെക്കൻഡ് പാർട്ടിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം അത് ഒരു സിനിമ വിജയിക്കുമ്പോൾ അതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു പാർട്ടിൻ്റെ സാധ്യതയും ഉണ്ട്. വിജയിച്ചുകൊണ്ട് മാത്രമല്ല, സൈനുവിനെ നമുക്ക് എവിടെയൊക്കെ മിസ് ചെയ്തു. നമ്മൾ ഡെസേർട്ടിലെ കാര്യങ്ങളൊക്കെ കൂടുതൽ കാണിക്കുമ്പോൾ അത് വിഷ്വലൈസ് ചെയ്യും. നോവലിൽ പലതരത്തിലുള്ള സാധ്യതകളുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം നോവലിന് വേണ്ടി കൊടുക്കും. പക്ഷേ സിനിമയ്ക്ക് അത്രയും ടൈം കൊടുക്കുന്നില്ല. അതിനുള്ളിൽ ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞെടുക്കേണ്ടതുണ്ട്. പക്ഷേ സിനിമയ്ക്ക് അപ്പുറത്തേക്ക് സൈനുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുകൂടി അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. അത് ബ്ലസി സാറ് തന്നെ ഇനിഷ്യേറ്റ് ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ഉള്ള ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. സീരിയസ്ലി ഉണ്ട്. ഇല്ല, ഞാൻ അതിനെക്കുറിച്ച് സൈനുവിൻ്റെ അടുത്ത് തന്നെ അമലടുത്ത് തന്നെ ഞാൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞല്ലോ. ഈ 3.5 വർഷക്കാലം ഈ പെൺകുട്ടി തനിച്ച് ഇത്രയധികം ഭർത്താവിനെ സ്നേഹിച്ച ഒരു പെണ്ണ് കാത്തിരിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ ഇയാൾ ജീവനോടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു വ്യവസ്ഥിതി അനുസരിച്ച് ഒരാളെ മിസ്സിങ് ആണെങ്കിൽ എങ്ങനെ അന്വേഷിക്കും? അതിലെത്ര സഹകരണം നമുക്ക് സൊസൈറ്റിയിൽ നിന്നുണ്ടാകും, സർക്കാരിൽ നിന്നുണ്ടാകും, സമൂഹം എങ്ങനെ ഈ സുന്ദരിയായ ഒരു സ്ത്രീയെ ഒറ്റപ്പെട്ട് താമസിക്കുമ്പോൾ ആ ഉമ്മയുടെ മരണത്തിന് ശേഷം എന്നൊക്കെ പറയുന്നത്, അതൊരു വലിയൊരു ഡ്രാമ ഉള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ്. അത് ഞാൻ അമലടുത്ത് ഒരു ഘട്ടത്തിൽ ചുമ്മാ തമാശന് നമ്മുടെ ഒരു നേരം പോക്കിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഓരോ ക്ലിപ്പുകൾ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഒരു പരസ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് വെച്ചാൽ പറയാത്ത സൈനുവിൻ്റെ കഥ. അത്
ഇങ്ങനെ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വന്നതാണ് ഒരു രണ്ടാം ഭാഗം. അല്ല, ഒരു രണ്ടാം ഭാഗത്തിന് ഏതായാലും തൽക്കാലം ഞാൻ ചിന്തിക്കുന്നില്ല. പിന്നെ വരുന്ന ഒരുപാട് ട്രോളുകളാണ്. ഭീമൻ രഘുവിനെയാണ് സാർ ആദ്യം സമീപിച്ചത് ഈ ക്യാരക്ടർ ചെയ്യാൻ. പാവം, അദ്ദേഹം നമ്മുടെ ഒരു അയൽക്കാരനാണ്. ചങ്ങനാശ്ശേരി തിരുവല്ല. എനിക്ക് അങ്ങനെ വലിയ ബന്ധം ഉള്ള ഒരാളും അല്ല, അപൂർവമായി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. അതൊക്കെ ഒരു അതിൻ്റെതൊക്കെ പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? സ്പ്രെഡ് ആവുന്നതിൻ്റെ ഒരു രസം കൂടെയുണ്ട് ഈ അവസരത്തിൽ. എനിക്ക് വേറൊരു ഭാഗ്യമുണ്ട്. ഞാൻ അത്ര അധികം ഈ സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്തത് കൊണ്ട് വലിയതായിട്ട് കാണുന്നത്. പക്ഷെ ഇതൊക്കെ ഞാൻ കണ്ടു. പക്ഷെ എനിക്കതിനും പ്രയാസം ഇങ്ങനെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടില്ല, ബാക്കിയുള്ളവർ രസിക്കുകയാണ്. മനസ്സിലായി. അദ്ദേഹത്തിനുണ്ടാകുന്ന നമ്മൾ വ്യക്തിപരമായി അങ്ങനെ നോക്കി കാണുന്നില്ല. സിനിമ പോപ്പുലർ ആകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഇമേജസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ അങ്ങനെ കണ്ടാൽ മതി എന്നാണ് വിചാരിക്കണേ. എനിക്കതിൽ പങ്കില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. ചിലപ്പോൾ 6 സ്റ്റേറ്റ് അവാർഡുകൾ, നാഷണൽ അവാർഡും കിട്ടി. ഇനി നമ്മുടെ അടുത്തൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ പടത്തിന് അതല്ലാത്തൊരു അവാർഡ് ഓസ്കാർ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ശ്രമങ്ങളൊക്കെ നടത്താനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിയോ? ഇല്ല, അതൊരു വലിയൊരു പ്രോസസ്സാണ് ഉള്ളത്. അതിന് നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള അത്ര എളുപ്പമുള്ളൊരു പ്രോസസ്സല്ല. അതിൻ്റെ സാങ്കേതികമായ ഒരുപാട് പ്രോസസ്സുണ്ട്. പ്രത്യേകിച്ച് ലോസ് ആഞ്ചൽസിലെ ഒരു തിയേറ്ററുകളിലൊക്കെ ഇത്ര ഷോ കളിക്കുക, ഏതാണ്ട് 9,000 മേലെയുള്ള ഒരു അക്കാഡമിക് മെമ്പേഴ്സിനെ നമ്മൾ ഇതിലേക്ക് സിനിമ എത്തിക്കുക എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു പ്രോസസ്സാണ്. തൽക്കാലം അതും ഇതും കൂടെ ഒക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതുകൊണ്ട് തൽക്കാലം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എങ്കിലും ലോകമെമ്പാടും സിനിമയെ, മലയാളികൾ മാത്രമല്ല എല്ലാ ഭാഷ സംസാരിക്കുന്നവരും സിനിമയെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഓസ്കാറാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ സാർ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പൃഥ്വിരാജ് നടന്നു പോകുമ്പോൾ ആ ഫ്രെയിമിംഗ് ആണ്. ആ ഫ്രെയിമിംഗ് ഒരുപക്ഷെ നമ്മുടെ പരിണാമത്തിൻ്റെ വായിച്ചു പഠിക്കുമ്പോൾ പരിണാമത്തിൽ കാണുന്ന മനുഷ്യനിങ്ങനെ മൃഗത്തിൽ നിന്ന് മനുഷ്യനായി ഇങ്ങനെ വളർന്നു വരുന്നതിൻ്റെ ഒരു പരിണാമത്തിൻ്റെ ഒരു പിക്ചറുണ്ട്. ആ പിക്ചറിനെ പറ്റിയിട്ടൊക്കെ ഇന്ന് നമ്മൾ സയൻസ് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയെങ്കിലും അത്തരമൊരു അയാളിങ്ങനെ മുമ്പോട്ടാണ് ചലിക്കാൻ പോകുന്നത്. ഒരു ഹോപ്പ്, കറക്റ്റ് ഹോപ്പാണ്. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് അയാൾ മാറാൻ പോവുകയാണെന്നൊക്കെ പറയുന്നത് സാറ് പറഞ്ഞതുപോലെ ഒരുപാട് തലത്തിൽ ആ ഫ്രെയിമിനെ കാണാൻ പറ്റും. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനായിട്ട് ഞാൻ കരുതുന്നത്. ഒരുപാട് പേർക്ക് അത് ഇഷ്ടമാണ്. സാറിന് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നൊരു സാധനം പറയാൻ പറ്റും? എനിക്ക് തോന്നുന്നില്ല. ഈ സിനിമ ഞാൻ ഇതുവരെ തിയേറ്ററിൽ കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. കാരണം ഇതിനെ ഒരു സിനിമയായി ഞാൻ കാണണമെങ്കിൽ കുറച്ച് കാലം കൂടെ കഴിയണം. കാരണം ഈ സിനിമയായിട്ട് എൻ്റെ ഇതല്ലാതായി കാണാനായിട്ട് എനിക്ക് കഴിയണമെങ്കിൽ കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ മാത്രമേ എനിക്കത് സാധിക്കത്തുള്ളൂ. ഇപ്പം ഞാൻ കാണുമ്പോഴും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ന്യൂനതകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, അതല്ലെങ്കിൽ എങ്ങനെ ആക്കാമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്ന തോന്നാവുന്ന, അല്ലെങ്കിൽ അത് ശരിയാണ്, അല്ലെങ്കിൽ അത് കൊള്ളാം എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അങ്ങനെ എനിക്ക് അതിനെ വിലയിരുത്താൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് സുനിൽ പറഞ്ഞിട്ടുണ്ടാകും, ഇതിൽ നമ്മൾ പ്ലാൻ ചെയ്യാത്തതായിട്ടുള്ള ഒരു ഷോട്ടും നമ്മൾ ലൊക്കേഷനിൽ ഇമ്പ്രവൈസ് ചെയ്തെടുത്തിട്ടില്ല. അപ്പം അത് വളരെ കൃത്യവും വ്യക്തവുമായിരുന്നു എന്തൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സ്റ്റഡി ഇതിൻ്റെ പിന്നിലുണ്ട്. ക്യാമറാമാനുമായിട്ടും നമ്മുടെ കൂടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ, എൻ്റെ VFX ടീം ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഈ വർഷങ്ങൾക്കൊക്കെ വെറുതെ ഫാനെ നോക്കിയിരിക്കുമായിരുന്നില്ല. ഇത്തരമുള്ള പഠനങ്ങളൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് നല്ലൊരു പടം തന്നു. നന്ദിയുണ്ട്. പ്രേക്ഷകർ ഉദ്ദേശിച്ച കുറേ ചോദ്യങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. എൻ്റെ ഉള്ളിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. ദയവായി ക്ഷമിക്കണം, നിങ്ങൾ കുറേ ചോദ്യങ്ങൾ ബാക്കിയുണ്ടെന്നും എനിക്കറിയാം. നന്ദിയുണ്ട്. അല്ല, നമുക്ക് ഇനിയും ഇതുകൊണ്ട് കഴിയുന്നില്ലല്ലോ. ഈ സിനിമ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആൾക്കാർക്ക്, എന്ന് വെച്ചാൽ പല ഡയറക്ടേഴ്സും പല ഫിലിം മേക്കേഴ്സും പല ഭാഷയിൽ നിന്നും ഇതെങ്ങനെയാണ് ഈ ഷോട്ട് എടുത്തത് എന്ന് വരെ ചോദിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പം അത്തരത്തിലുള്ള പ്രേക്ഷകരിലേക്കും അത് എത്തിക്കുന്നതിന് നമുക്ക് അത് പിന്നീട് ഒരു അവസരം ഉപയോഗിക്കാം. വിളിച്ച സാർ വീണ്ടും വരും, വെയിറ്റ് ചെയ്യാം. നന്ദിയുണ്ട് സാർ സംസാരിക്കാൻ. താങ്ക് യു.